മലക്കറി കിടക്കുന്ന മലക്കറി വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൽ കൂടെ കിട്ടുന്ന സുറുക്കയും അതെല്ലാം എടുത്ത് നമ്മൾ കളയും. ആരും ഉപയോഗിക്കുന്നില്ല, എടുത്ത് കളയും. എന്നിട്ട് പറയും സാമ്പാർ വയ്ക്കാൻ സാധനമില്ല, സാമ്പാർ എങ്ങനെ വയ്ക്കാൻ, ആ സാധനം വാങ്ങിയിട്ട് വന്നിട്ട് പെണ്ണുങ്ങളുടെ ഒരു പറച്ചിലുണ്ട്. അതൊന്നും വേണ്ട. ഇതുപോലെ സുറക്ക സാമ്പാർ, അതും തട്ടിക്കൂട്ട് പരുവത്തിൽ, ഒരു ഐറ്റം കൂടുതൽ ഐറ്റങ്ങളൊന്നും ചേർക്കാതെ തട്ടിക്കൂട്ടായിട്ട് എന്നാൽ വളരെ ടേസ്റ്റിയിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള അടിപൊളി സാമ്പാർ ഇഡ്ഡലിക്ക് എന്തിനും ഏതിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം അങ്ങോട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്ക്. നല്ല പൊളിയായിട്ട് ഒരുക്കും. കണ്ടില്ലേ, നല്ല ആവി പറക്കും സുഡ് സാമ്പാറേ. ഇതുപോലെ ഇതിനകത്ത് ഈ കാണുന്ന ചോറുണ്ടല്ലോ, ഇത് ഒഴിവാക്കണം. ഇത് ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ സാധനം സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് പച്ചയ്ക്ക് കഴിച്ചു നോക്കണം, അടിപൊളിയാണ് ഈ സാധനം. പണ്ടുള്ള അമ്മമാർ ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് കൊടുക്കുമായിരുന്നു ഈ സാധനം. ഈ വെള്ളത്തിനും കാര്യങ്ങൾക്കും ഒക്കെ ജലാംശം കൂടുതലുണ്ടാകാനും ഒക്കെ ഇത് കൊടുക്കുമായിരുന്നു ഒരുപാട് പേര്. നല്ലൊരു ഐറ്റമാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് ഈ ചോറിൻ്റെ ആവശ്യമില്ല, ഇതങ്ങ് ഒഴിവാക്കാം. ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പം നേരത്തെ എടുത്ത ഡാളുണ്ടല്ലോ, ആ ഡാള് നല്ല രീതിക്ക് വാഷ് ചെയ്ത് നമ്മൾ കുറച്ച് വെള്ളവും വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഡാളിങ്ങനെ വെന്തോട്ടെ. അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് നോക്കാം. കുറച്ച് വെളുത്തുള്ളി കൂടി ഈ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പരിപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പരിപ്പും വെളുത്തുള്ളിയും ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പരിപ്പും വെളുത്തുള്ളിയും ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്ത ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലങ്ങ് വെന്തോളൂല്ലോ. ഇനി നമ്മുടെ ഈ പട്ടാണിക്കടലയും ക്യാരറ്റും ഇതെല്ലാം ഇത് ഫ്രോസൺ ഐറ്റമാണ് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് ഈ ഫ്രോസണാണ് ഞാൻ ചേർക്കുന്നത്. അതുകൂടി എനിക്ക് ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ മറ്റേ ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടെ ചേർത്ത് കൊടുത്ത് അത് ഏകദേശം വെന്തതായതുകൊണ്ട് പ്രശ്നമില്ല. ഉരുളൻകിഴങ്ങ് ഒരു 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളൻകിഴങ്ങാണ്, 3 ഉണ്ട്. അതുകൂടി കട്ട് ചെയ്തതിൽ ചേർത്ത് കൊടുക്കുക. ഇത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഐറ്റമാണ് സൊർക്ക. ഈ സൊർക്ക ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനമാണ്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെന്താണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ഐറ്റങ്ങൾ വരുന്നത്. ഇനി ചേരുവകൾ ചേർക്കാനുണ്ട്, അതുകൂടി നമുക്ക് ചേർക്കാം. സവാള ഒരു 3 സവാള എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത്, ഒരു സവാള എടുത്ത് 4ആയിട്ട് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്തത് കൊണ്ട് ചേർത്ത് കൊടുത്തു. എരിവില്ലാത്ത പച്ചവളമാണ്, ഒരു 4 പച്ചവളം ഇട്ടിട്ടുണ്ട്. എരിവില്ലാത്തതാണിത്. എരിവുള്ളത് കൊണ്ട് ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. എരിവില്ലാത്ത പച്ചവളമാണിത്. അപ്പോൾ നമ്മളിതുപോലെല്ലാം ചേർത്ത് കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ പരിപ്പ് ഇട്ടപ്പോഴത്തേക്ക് പരിപ്പിൻ്റെ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വേറെ ഉപ്പ് ചേർക്കുന്നില്ല. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ വേവട്ടെ, വെന്ത് കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടി വയ്ക്കാം. നമ്മളായിട്ട് ഏകദേശമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ടല്ലേ. സൊറക്കയും ഉരുളൻകിഴങ്ങും പരിപ്പും എല്ലാം വെന്ത് തുടങ്ങി. സൊറക്ക മാത്രം കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ തോടിന് ഇത്തിരി കട്ടിയുള്ളതാണ്. തോട് നമ്മൾ ഒഴിവാക്കി വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതിനത്ര ഗുണങ്ങളുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തോട് കൂടെ തന്നെ ചേർത്ത് തന്നെ വെച്ചത്. കുറച്ചുകൂടി ഒന്ന് വേവട്ടെ. അപ്പോൾ ഇനി കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ്, പെരുംജീരകമല്ല, നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്ന ഐറ്റം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും സൊർക്ക, നമ്മളെ സൊർക്ക സാമ്പാറാണ്.
തട്ടിക്കൂട്ട് സ്വർക്ക സാമ്പാർ. സ്വർക്ക നല്ല, ഞാൻ മുന്നേ പറഞ്ഞ പോലെ വിറ്റാമിൻ ഐറ്റമാണ്. പണ്ടുള്ള കാലങ്ങളിൽ പെണ്ണുങ്ങൾക്ക്, ലേഡീസിനൊക്കെ ഈ ഗർഭിണിയായിരിക്കുന്ന സമയങ്ങൾക്കൊക്കെ കൊടുത്തിരുന്ന സാധനമാണ് സ്വർക്ക. ശരീരത്തിൽ ജലാംശം ഉണ്ടാവും, അതിനു വേണ്ടിയാണ് സ്വർക്ക കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് സ്വർക്ക സാമ്പാറാണ്. സ്വർക്ക സാമ്പാർ കുറച്ച് ഞാൻ നമ്മളെ പട്ടാണിയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ ഒരു വെറൈറ്റി ആയിരിക്കും. ഒരു നെല്ലിക്ക വലുപ്പത്തിന് നമ്മളെ പുളിയില്ലേ, വാളംപുളി എടുത്തതുപോലെ നല്ല രീതി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതി കഴുകി ആ വാളംപുളിയിലെ വെള്ളവും കൂടി ഇതിലോട്ട് ചേർക്കും. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്വർക്ക സാമ്പാർ ഏകദേശം സംഭവങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി മസാലയും കൂടെ ഒക്കെ ചേർക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് മസാല റെഡിയാക്കാം. മസാല നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് ചേർക്കുന്നില്ല, അല്ലാതെ സെറ്റ് ചെയ്യണത്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, പോയാലോ. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്തു. ഇനി നമുക്കടുത്തത് സാമ്പാർ മസാലയാണ് ചേർക്കുന്നത്. സാമ്പാർ മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മല്ലിപ്പൊടി എല്ലാം നമുക്ക് ചേർത്തൊക്കെ എടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പാർ മസാല എൻ്റെ ഉള്ളതുകൊണ്ട് സാമ്പാർ മസാല ചേർത്തു. മുളക് പൊടി, സാമ്പാർ മസാല, മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഈ ഒരു മസാല മാത്രം മതി, വേറെ ഐറ്റങ്ങളൊന്നും വേണ്ടി വരില്ല, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് തട്ടിക്കൂട്ട് പരിപാടിയാണത്. തട്ടിക്കൂട്ട് സാമ്പാർ എന്നാൽ ടേസ്റ്റിൽ ഒരു കുറവുമില്ല അത് ഉണ്ടാക്കാം. ഇനി നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട പിടിക്കാതെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഡയറക്റ്റ് മസാല അതിലോട്ട് ഇടുമ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നമ്മൾ ചേർത്തിട്ട് ഇത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ചൂടുവെള്ളം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് മസാലയൊക്കെ നമുക്കൊരു ആ പച്ചച്ചൊവയൊക്കെ അറേഞ്ച് ചെയ്യും. ആ ചൂടുവെള്ളത്തിൽ ഇതുപോലെ എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലേ, നല്ല രീതിക്ക് മിക്സായി കഴിഞ്ഞു, കട്ടയില്ലാതെ മിക്സായി. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്തായാലും നമ്മൾ വെള്ളത്തിലോട്ടാണല്ലോ ചേർക്കുന്നത്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. വെള്ളം കൂടിയെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഒരുപാട് കൂടി പോകണ്ട കേട്ടോ, അതിന് സാമ്പാർ പിന്നെ മൊത്തം വെള്ളമായി. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മസാലക്കൂട്ട് റെഡിയായി കഴിയും. അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞ് ഇനി മസാല കൂടെ ചേർത്ത് വെക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാലക്കൂട്ട് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതി കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് മസാലയൊക്കെ ഒന്ന് ഇളകിയിട്ട് അതിനുവേണ്ടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നോക്കിയോ, ഇത് മസാലയൊക്കെ നമ്മൾ ചേർത്തുകൊണ്ട് സാമ്പാർ അങ്ങ് കൊഴുക്കും. അതായത് വെള്ളമൊക്കെ ഇപ്പം കുറയും. മസാല അങ്ങ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ കുറഞ്ഞോളാം. അല്ലേ, മസാലയൊക്കെ നല്ല മിക്സായി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി അത് മതി. ഇത്ര കായപ്പൊടിയുടെ ആവശ്യമാണ്. നമ്മളെ സാമ്പാർ റെഡിയായി കഴിഞ്ഞാട്ടാ. നല്ല അടിപൊളി സാമ്പാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ സാമ്പാർ മനസ്സ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി താളിപ്പ് ചെയ്യണം. കടുക് വറുക്കണം. അതിന് വേണ്ടി നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടായി വരുന്നുണ്ട്. ലേശം ഉലുവ നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്ന് ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് കടുക് ഇടുക. ഉലുവ ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ബ്രൗണായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുകും ഉഴുന്നുപരിപ്പും കൂടെ ഉള്ള മിക്സ് ചെയ്തതാണ്, അത് ഇട്ട് കൊടുത്തു. ഒരു നുള്ള് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് തുള്ളി ജീരകം ഇട്ടത്. നമ്മുടെ കാഞ്ഞമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒഴുകനെ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് അങ്ങത്തില്ല. ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണം. ലേശം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കടുവറുപ്പോട് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് അതിലോട്ട് തളിച്ചു കൊടുക്കാം. തളിപ്പ് റെഡിയായല്ലോ. ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു.
നല്ല അടിപൊളി സാമ്പാറാണ്. ഇതുപോലെ നിങ്ങളും വെച്ച് നോക്കുക. നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ സ്വർക്കയൊക്കെ ഉണ്ടെങ്കിൽ സ്വർക്ക വാങ്ങിച്ച് തന്നെ ചെയ്യണം. നമ്മൾ മലക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടുമല്ലോ സ്വർക്കയൊക്കെ. അപ്പോൾ ഇത് കളയണ്ട, എടുത്ത് കളയാതെ ഇതുപോലെ ഒന്ന് ചോദ്യം അങ്ങോട്ട് കഴിച്ചു നോക്കിയേ. സാമ്പാറിന് എല്ലാ ഐറ്റവും ഇല്ലാന്നും പറഞ്ഞ് മാറി നിൽക്കരുത്. എല്ലാ ഐറ്റം ഉണ്ടെങ്കിൽ സാമ്പാർ വയ്ക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പെണ്ണുങ്ങൾ കാണിക്കുന്നത് ലാസ്റ്റ് ഉണ്ടല്ലോ, അത് വേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, പൊളിക്കും. മലക്കറി കിടക്കുന്ന മലക്കറി വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൽ കൂടെ കിട്ടുന്ന സ്വർക്കയും അതെല്ലാം എടുത്ത് നമ്മൾ കളയും. ആരും ഉപയോഗിക്കുന്നില്ല, എടുത്ത് കളയും. എന്നിട്ട് പറയും സാമ്പാർ വയ്ക്കാൻ സാധനമില്ല, സാമ്പാർ എങ്ങനെ വയ്ക്കാനാ, സാധനം വാങ്ങിയിട്ട് വന്നത് പെണ്ണുങ്ങളുടെ ഒരു പറച്ചിലുണ്ട്. അതൊന്നും വേണ്ട. ഇതുപോലെ സ്വർക്ക സാമ്പാർ, അതും തട്ടിക്കൂട്ട് വിധത്തിൽ ഒരു ഐറ്റം കൂടുതൽ ഐറ്റങ്ങളൊന്നും ചേർക്കാതെ തട്ടിക്കൂട്ടായിട്ട് എന്നാൽ വളരെ ടേസ്റ്റിയിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള അടിപൊളി സാമ്പാർ ഇഡ്ഡലിക്ക് എന്തിനും ഏതിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം അങ്ങോട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്ക്. നല്ല പൊളിയായിട്ട് ഒരുക്കും. കണ്ടില്ലേ, നല്ല ആവി പറക്കും സുഡ് സാമ്പാറേ.